എനിക്ക് റോക്കറ്റ് എഞ്ചിനീയർ ആണ്. 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഫൈഹ ഇപ്പൊ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. എന്റെ ഇക്കാക്കന്റെ ടെക്സ്റ്റ് ബുക്സ് എല്ലാ ദിവസത്തിലേക്ക് റീഡ് ചെയ്ത് പഠിക്കാം. വേറെ ഏതൊക്കെ എക്സാംസ് എഴുതിയിട്ടുള്ളത്? NSMC എറണാകുളം റീജിയണിൽ 5ാം ക്ലാസ്സിലെ മിടുക്കരായിട്ടുള്ള കുട്ടികളോട് മത്സരിച്ച് 3ാം സ്ഥാനം നേടിയിട്ടുള്ള ഫൈഹ കെ ഹാഫിസ് ആണ് എൻ്റെ കൂടെ എന്നുള്ളത്. ഫൈഹയോട് ഞാൻ ചോദിച്ചു, അടുത്ത വർഷത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ എക്സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫൈഹ. ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചപ്പോൾ ഫൈഹ പറഞ്ഞത് ക്ലാസ്സുകളൊക്കെ കണ്ടു തീർന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് എത്തിപ്പെടാൻ കാരണം? ആദ്യം എനിക്ക് ലൈക്ക് എല്ലാ സബ്ജക്ട്സിനും ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്റെ സ്കൂളിൽ മോസ്റ്റ്ലി എല്ലാ എക്സാംസിനും ഫസ്റ്റ് റാങ്ക് ലൈക്ക് 3rd റാങ്കിന്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും സ്കൂൾ ടോപ്പർ ആണ്. പീസ് ഇന്റർനാഷണൽ സ്കൂളിലാണല്ലേ പഠിക്കുന്നത്? പിന്നെ എന്റെ ഇക്കാക്ക ലാസ്റ്റ് ഇയർ അല്ല ഈ ഇയർ ബേസിക് മാത്തിന് എനിക്ക് കയറിയിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്കും കയറാനൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഓക്കെ, അപ്പം ബേസിക് മാത്ത് പ്രോഗ്രാം എന്നുള്ളത് നമ്മുടെ ഒരു ഷോർട്ട് ടേം പ്രോഗ്രാം ആണ്. മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു കോഴ്സ്. അപ്പൊ ഇക്കാക്ക അതിന് ജോയിൻ ചെയ്തു. അപ്പൊ ഫൈഹക്കും പോകുന്നില്ലേ നമ്മുടെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ ഫൈഹയും നമ്മുടെ എക്സാൻവൈ ഫാമിലിയുടെ ഭാഗമായി ഇന്നിപ്പോൾ ഫാമിലി മീറ്റിലും NSMCയിലൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം വെന്യൂലാണ് ഫൈഹയും ഞാനൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഫൈഹയുടെ ഒരു ഗോൾ എന്താണ്? ഒരു കരിയർ അംബീഷൻ എന്താണ്? എനിക്ക് റോക്കറ്റ് എഞ്ചിനീയർ ആണ്. റോക്കറ്റ് എഞ്ചിനീയർ. എന്റെ ഫ്രണ്ടിന്റെ കൂടെ ദിയ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റോക്കറ്റ് എഞ്ചിനീയേഴ്സ് ആവാൻ പോകുന്നത്. അപ്പൊ എന്താ അങ്ങനെ കാരണം? നിങ്ങൾ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ അതിന് പ്ലാൻ ചെയ്യുന്നത് ഇനി റോക്കറ്റ് എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ട്? ന്യൂ ജനറേഷൻ ഓഫ് റോക്കറ്റ് ടൈപ്സ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് മോസ്റ്റ്ലി. ഓക്കെ, 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഫൈഹാണ് ഈ പറയുന്നത് റോക്കറ്റ് എഞ്ചിനീയർ ആവണം എന്നൊക്കെ. എപ്പോ +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് മേ ബി ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഫൈഹ ഇപ്പൊ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷനിലെ കുട്ടികൾ ഇത്രയും സ്മാർട്ടാണ്, മിടുക്കരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? എല്ലാ വിഷയവും ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് സയൻസിൽ തന്നെ വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഉണ്ടോ? ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ? എല്ലാതും ഇഷ്ടമാണ്. എല്ലാ സബ്ജക്ട്സും ഇഷ്ടമുള്ള ഒരു മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ഓക്കെ, ഇക്കാക്ക എത്രയിലാ ഇപ്പോ? 7th. അപ്പൊ 3rd ക്ലാസ്സിൽ തന്നെ 3ാം ക്ലാസ്സിലായപ്പോ തന്നെ ഫൈഹ ഇക്കാക്കയുടെ എല്ലാ പുസ്തകങ്ങളും റെഫർ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. വേറെ ഏതൊക്കെ എക്സാംസ് എഴുതിയിട്ടുള്ളത്? ഒളിമ്പിയാഡുകൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള കുട്ടികളെ കൊണ്ട് മാക്സിമം കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു മൈൽസ്, നമ്മുടെ ഒരു ആംബിഷൻ, നമ്മുടെ ഒരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ എക്സാമുകളും എഴുതുക, മാക്സിമം പഠിക്കുക. എന്താ പറയാ, നിങ്ങളെ റോക്കറ്റ് എഞ്ചിനീയർ എന്നുള്ള ഡ്രീമിലൊക്കെ എത്തട്ടെ. അതിന് എന്ത് സപ്പോർട്ടായാലും നമ്മുടെ എക്സാൻവൈ ലേണിംഗ് ടീം ഉണ്ടാവും. വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിൽ, നമ്മുടെ കുട്ടികളോട്? 5ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അത് പഠിക്കാന് നിർത്താൻ പാടില്ല. നിങ്ങൾ ഇൻട്രസ്റ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് കുറെ ഫണ്ട് കിട്ടും. ലൈക്ക് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആണെങ്കിലും ഫുൾ ഫണ്ണായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈഹയെ പോലെ നിങ്ങളും ഒരു റോക്കറ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ലൊരു കരിയർ അംബീഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമാകാം. അടുത്ത വർഷത്തേക്ക് 6ാം ക്ലാസ്സിലേക്കുള്ള ഫൗണ്ടേഷനിലാണ് ഫൈഹ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴേ നമ്മൾ അവർക്ക് കോഡിംഗ് ബൂട്ട് ക്യാമ്പുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. കോഡിംഗ് ബൂട്ട് ക്യാമ്പിന്റെ ലെക്ചേഴ്സ് ഒക്കെ ആൾറെഡി ഫൈഹ കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മുടെ മാത്സ് ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ ഫൈഹ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ എക്സാമിനോട് എത്തിയിട്ടുള്ളത്. വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. 2nd സ്റ്റേജ് എക്സാമിലും അടിപൊളിയായിട്ട് പഠിക്കുക. എന്താ പറയാ, ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.